സംസ്ഥാനത്ത് കണ്ണൂർ, ആലപ്പുഴ ജില്ലകളിലാണ് കൂടുതൽ പേർ വോട്ട് രേഖപ്പെടുത്തിയത്. പത്തനംതിട്ടയിലാണ് പോളിംഗ് ശതമാനം കുറവ്. വോട്ടിംഗ് മെഷീനുകളുടെ തകരാറും നടപടിക്രമങ്ങളുടെ വേഗതക്കുറവും പലയിടത്തും കല്ലുകടിയായി. ടി വി പ്രസാദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കണ്ട ആവേശം അപ്പാടെ പ്രതിഫലിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇന്ന് കടന്നുപോയത്. സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വലിയ ആവേശമാണ് പോളിംഗ് ബൂത്തുകളിൽ കാണാനായത്. രാവിലെ തന്നെ പല ബൂത്തുകളിലും നീണ്ട നിര കണ്ടു തുടങ്ങി. പക്ഷേ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ ചിലവരുടെ പരിചയക്കുറവും അതുപോലെ തന്നെ ചില മെഷീനുകളിൽ ശബ്ദം വൈകി വരുന്നു എന്ന കാരണവും പറഞ്ഞ് പലയിടങ്ങളിലും തെരഞ്ഞെടുപ്പ് തന്നെ വൈകിപ്പോകുന്ന ഒരു സ്ഥിതിയുണ്ടായി. ചിലയിടങ്ങളിൽ വോട്ടിംഗ് മെഷീനുകൾ പണിമുടക്കി. ചെറിയ രീതിയിലുള്ള സംഘർഷങ്ങൾ അങ്ങിങ്ങ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും വലിയ രീതിയിലേക്ക് എവിടെയും സംഘർഷം വഴിമാറിയിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരത്ത് മന്ത്രി വി മുരളീധരനെ തടയാനുള്ള ഒരു ശ്രമം CPM BJP പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷത്തിന് വഴിയൊരുക്കുന്ന സ്ഥിതിയുണ്ടായി. മലബാറിൽ മലപ്പുറത്തും കണ്ണൂരും നേരിയ തോതിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. വോട്ട് പെട്ടിയിലായി കഴിഞ്ഞു. ഇനിയിപ്പോൾ കണക്ക് കൂട്ടുന്ന ദിവസങ്ങളാണ്. അടിയൊഴുക്ക് ആരെ തുണക്കും, ആരെ സ്വാധീനിക്കും, ആര് വിജയിച്ച് കയറും, ഇതറിയാൻ ഇനി ജൂൺ 4 വരെ കാത്തിരിക്കണം. രാഷ്ട്രീയ പാർട്ടി നേതാക്കളും അണികളും കണക്ക് കൂട്ടുകയാണ്. അവരുടെ കണക്ക് കൂട്ടൽ എല്ലാം വരുന്ന ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയം ഏറെ ചർച്ച ചെയ്യുകയും ചെയ്യും. ആര്യ.